ലഞ്ച് ബൈ ധന. ഇന്ന് ഞാനും പപ്പയും ചിന്തയും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദറിന് വന്നേക്കാണ്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലിയുടെ ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഈ ഒരു ഇൻട്രോ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്താണ് എടുക്കുന്നത്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്ക്. ഹേ ഗൈസ്, ഞങ്ങൾ സൺഡേ രാവിലെ തന്നെ ഈ ഒരു ഗെറ്റ് ടുഗദറിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ട്. അപ്പോൾ ഗുരുവായൂരിന്ന് ബസ് എടുത്തിട്ടാണ് പോകുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്, കൊടുങ്ങല്ലൂർ റൂട്ടാണ്. ഞങ്ങൾ പെരിഞ്ഞനത്ത് ഇറങ്ങിയിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചക്കരപ്പാടം ഏരിയയിൽ പോകുന്നത്. അവിടെയായിരുന്നു ഓഡിറ്റോറിയം. അങ്ങനെ ഞാൻ ഓരോ ഓട്ടോ പിടിച്ച് അവിടെ എത്തി കേട്ടോ. വണ്ടി എടുത്ത് പോകൽ ബുദ്ധിമുട്ടാണ് കുട്ടികളും കൊണ്ട്. ബസ്സിന് പോകാമെന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾക്ക് അത്രയും ക്ഷീണം അറിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉള്ള റൂട്ടാണല്ലോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പ്രോഗ്രാം ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരുവിധം പേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുറേ വിഷ്വൽസൊക്കെ എടുക്കാൻ വിട്ടുപോയി. കുറച്ച് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആൻറ്റിമാരുണ്ട്, എൻ്റെ കസിൻസ് ഒട്ടുമിക്ക പേരും അബ്രോഡ് ആയതുകൊണ്ട് ഈ പ്രോഗ്രാമിന് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് ഫാദറിൻ്റെ കസിൻസും അവരുടെ വൈഫ്സും മക്കളൊക്കെയാണ്. അപ്പോൾ പപ്പനോട് ചിന്നനോട് അവരുടെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞു. ആദ്യം ഒരു പരിചയക്കുറവൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് സെറ്റായി കേട്ടോ. ഫാമിലി ട്രീ പോസ്റ്ററിൻ്റെ റിലീസാണ്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും മക്കളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ട്രീ. ഒരു ട്രീയിൽ കുറേ ഫ്ലവേഴ്സ്, ആ ഫ്ലവേഴ്സ് പോലെ കുറേ പേരുടെ ഫോട്ടോസ് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ക്ലോസ് വിഷ്വൽ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. കാഞ്ഞിരന്തര NBK ഫാമിലിയിലെ ആദ്യ കുടുംബയോഗത്തിൽ തന്നെ ഫാമിലി ട്രീ പോസ്റ്റർ റിലീസും വെബ്സൈറ്റ് ഇനോഗ്രേഷനും നടന്നു. അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 തലമുറയിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഡാറ്റ കളക്ഷൻ തൊട്ടിട്ട് ഡിസൈനിങ് വരെ വെബ്സൈറ്റിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ കുടുംബാംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാം ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഞങ്ങൾക്ക് ലഭിച്ചത്. തികച്ചും ഞങ്ങളെല്ലാം ബ്ലെസ്ഡ് ആണ്. കാരണം ഞങ്ങളെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അറിയാനും അതുപോലെ ഫ്യൂച്ചർ ജനറേഷന് ഞങ്ങളെ കുറിച്ച് അറിയാനും എത്ര വർഷങ്ങൾ പിന്നിട്ടാലും ഈ വെബ്സൈറ്റിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഉമ്മച്ചി, എൻ്റെ ഗ്രാൻഡ് മദർ, ഫാദറിൻ്റെ മദർ കേട്ടോ. അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നെയ്ച്ചോറ്, പരിപ്പ് കറി, ബീഫ് കറി, ഫിഷ് ഫ്രൈ, നല്ല ഫ്രഷ് ഫിഷായിരുന്നു കേട്ടോ. നമ്മൾ കല്യാണത്തലേന്നൊക്കെ കിട്ടുന്ന ആ നെയ്ച്ചോറും ബീഫ് കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. മനസ്സും വയറും നിറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു. പായസം വന്നിട്ട് ഗോതമ്പ് പായസമായിരുന്നു. ഗോതമ്പ് പായസത്തിനോട് എനിക്ക് വലിയ ക്രൈസ് ഒന്നുമില്ല. പക്ഷെ പപ്പടേന്നും ചിണ്ടടേന്നും ഒരു സിപ്പ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രോഗ്രാംസ് ഉണ്ട്, ഈവനിങ് വരെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പപ്പയും ചിന്തയും പാട്ടൊക്കെ പാടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫാമിലി മീറ്റിന് എത്തിയിട്ടുള്ള എല്ലാവരും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ആൻറ്റിമാർ, അങ്കിൾമാർ, അതുപോലെ തന്നെ ഫാദറിൻ്റെ അങ്കിൾമാർ, ആൻറ്റിമാർ, അങ്ങനെയുള്ള ഡയറക്റ്റ് ബന്ധത്തിലുള്ളവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. പിന്നെ വളരെ ചെറുപ്പത്തിൽ ബാക്കിയുള്ളവരനെയൊക്കെ കണ്ടിട്ടുണ്ടാവാം. കുറേ പേരെ കാണാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് അവരിനെയൊക്കെ പരിചയപ്പെട്ടു. അതിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ച് കണ്ടാൽ പോലും പരസ്പരം മനസ്സിലാവാതെ പോകില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മീറ്റപ്സ് ഒക്കെ എന്തുകൊണ്ടും ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അതുവരെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു, എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. അപ്പോൾ ഇതാണ് ഫാദറിൻ്റെ ഇളയ അങ്കിൾ കേട്ടോ. അപ്പോൾ ഈ അങ്കിളാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല, കണ്ട് ആസ്വദിച്ചിട്ട്. ഈ ബിസി ലൈഫ് സ്കെഡ്യൂളിനിടയ്ക്കും ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ വലിയ കാര്യം കേട്ടോ. അവിടെ എത്താത്തവരെ ഒരുപാട് മിസ് ചെയ്തു. ഇനി അടുത്ത ഗെറ്റ് ടുഗദറിൽ അവരെയൊക്കെ മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊപ്പയുടെയും ചിന്തയുടെയും പാട്ടൊക്കെ ഉണ്ട്. അവരുടെ ടേണിനായിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ട്രീ ഒക്കെ ഒന്ന് പോയി നോക്കി. ഫ്ലക്സ് ആയിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. ഓൾറെഡി PDF കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞു മോളുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. വീഡിയോയിലായതുകൊണ്ട് പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇടാഞ്ഞ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ. പിന്നെ സെൽഫീസൊക്കെ എടുത്തു. പൊപ്പയുടെ പാട്ടായിരുന്നു ആദ്യം. കണ്ടിട്ടും പോലെ തൊട്ടപ്പോൾ ഉള്ളിലൊരിച്ചൊരു മുഖമല്ല കള്ളത്തരമൊഴി കണ്ട നേരം കൊണ്ടായി കൊണ്ടലിമിണ്ടലായി ഇന്നൽ പട കയ്യിൽ പെണ്ണഴകി എന്നിത്തോട
എന്നുകില മറിവില നീ നെൽബട കൈത്ത പെണ്ണഴകേ തൊട എന്നുകില മറിവില നീ. പാട്ട് കഴിയുന്നത് വരെ തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ മാറ്റാൻ പോയില്ല, കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞു തുമ്പിയാണ് ഞാൻ, ലോകം മാറി പാറിയാണ്, ചാറി വന്നിടി ചാറിയ ലോകം കാത്തു വയ്ക്കാൻ പെണ്ണിനോട് പെണ്ണിലാവും പെയ്തറിഞ്ഞ് ഉണ്ണിവാറുണ്ണി കണ്ണുറിഞ്ഞ് കാത്തിരിക്കും ദൂർവാറുണ്ണി മഞ്ഞത്തുണ്ട് പോലെ മനസ്സിൽ. രണ്ടാളും പാട്ടൊക്കെ പാടി പ്രൈസൊക്കെ വാങ്ങിച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. എന്തായാലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ പൊപ്പിക്കും ചിരിക്കും പുതിയ ഫ്രണ്ടിനൊക്കെ കിട്ടി. ആളുടെ അടുത്ത് കുറേ നേരം കളിച്ചു, പിന്നെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. ബൈ.